ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റോഡ് മാപ്പും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അവർ പുതിയൊരു റോഡ് മാപ്പ് റിലീസാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺസ് സെല്ല് ചെയ്യണില്ല എന്നുള്ളതും പറയണ്ടാവും. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കണെ എങ്ങനെ സെല്ല് ചെയ്തിട്ട് ക്യാഷ് ആക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ടെലിഗ്രാം വാലറ്റിൻ്റെ കാണിക്കുന്നുണ്ട്, ഓൺ ചെയിൻ വിഡ്രോവൽ വഴി വന്നിട്ടുള്ള നോൺ കസ്റ്റോഡിയലായിട്ടുള്ള വാലറ്റിൽ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളത് കാണിക്കുന്നുണ്ട്, സെല്ല് ചെയ്യാമെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചുകളിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ നമുക്ക് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കുക എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 വിഡ്രോവൽ ഓപ്ഷൻ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ എന്തുകൊണ്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് സ്റ്റോപ്പ് ചെയ്യണില്ല, അതിൻ്റെ ഗെയിമിങ് സ്റ്റോപ്പ് ചെയ്യണില്ല, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഹാംസ്റ്ററിൻ്റെ ടോക്കൺ സെല്ല് ചെയ്ത് ക്യാഷ് ആക്കണില്ല എന്നുള്ള ഡീറ്റെയിലും ഇന്നത്തെ വീഡിയോയിൽ പറയണ്ടാവും. എൻജോയ് ടു ദ സെൻകെ, നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഗെയിം സ്റ്റോപ്പ് ചെയ്യണില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയാം. ഗെയിം സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ ഇവർ സീസൺ 2 പ്ലാൻ ചെയ്തേക്കാണ്. ഇവിടെ ഇൻ്റർലൂഡ് സീസൺ എന്ന് പറഞ്ഞൊരു സീസണാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇനിയിപ്പോൾ ഈ 2-3 ദിവസം കൂടിയാണ് മിക്കവാറും ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ സീസൺ 2 തുടങ്ങും. അപ്പോൾ സീസൺ 2 മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ പോലത്തെ ഒരു സംഭവമാണ് ഇത്, ഒരു വാമപ്പ് പോലെ ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഡയമണ്ട് കളക്ട് ചെയ്യാനാണ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു സീസൺ 1 അത്രയും കൂടി പാടില്ല, ജസ്റ്റ് ഈ മൈൻ കാർഡിൽ പോയിട്ട് കാർഡ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളൂ. പിന്നെ ഇവിടെ ഏണിൽ പോയിട്ട് വേണമെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യാം, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഡെയിലി സൈഫർ, ഡെയിലി കോംബോ എന്നുള്ളൊരു സംഭവങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് ടൈം പോണ ഒരു പരിപാടി ഇല്ല ഇതിൽ. അപ്പോൾ ഇതിൽ കൂടുതൽ ഡയമണ്ട്, പ്രോഫിറ്റ് പെർ അവറിൽ കൂടുതൽ ഡയമണ്ട് നമുക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത സീസണിൽ അത് ബോണസായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഗെയിം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റീസൺ സീസൺ 2 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. പിന്നെ സീസൺ 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവർ ന്യൂ റോഡ് മാപ്പാണ്. ന്യൂ റോഡ് മാപ്പിൽ അവർ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോലുള്ള, ഇത് ഈ ഒറ്റ സീസൺ കൊണ്ട് അവർ എൻഡ് ചെയ്യണില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യും. അടുത്ത സീസൺ 2 കൂടി ഉണ്ടാവും. അപ്പോൾ ആ സീസൺ 2 നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ ആ റോഡ് മാപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇനി നമുക്ക് റോഡ് മാപ്പിൻ്റെ ഡീറ്റെയിൽസിലോട്ടോ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ചാനലിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ചാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 25 അവർ പുതിയൊരു അനൗൺസ്മെൻറ്റ് ഇട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം എക്സ്റ്റേണൽ പേയ്മെൻറ്റ് സിസ്റ്റംസ് ടു ഇൻറ്റഗ്രേറ്റഡ് NFTs ടേക്ക് എ ലുക്ക് ഓഫ് അവർ റോഡ് മാപ്പ് ഫോർ 2025 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത റോഡ് മാപ്പിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ പേയ്മെൻറ്റ് സിസ്റ്റം ടു ഇൻറ്റഗ്രേറ്റഡ് NFTs ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സീസൺ 2. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ് മാപ്പ് ഫോർ 2025 ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു റോഡ് മാപ്പ് കണ്ടതോടുകൂടിയാണ് ഞാനിത് എന്തായാലും ഇപ്പോൾ സെല്ല് ചെയ്യാനുള്ളത്. ഇപ്പോൾ എന്തായാലും സെല്ല് ചെയ്താലും മാർക്കറ്റ് ക്യാപ്പും നമ്മൾ വിചാരിക്കുന്ന കൂട്ടൊരു ഹൈ ലെവലിലായിട്ട് വന്നിട്ടില്ല. ഇപ്പം മാർക്കറ്റ് ക്യാപ്പ് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോവുക, എന്നിട്ട് ഇതിൽ ഹാംസ്റ്റർ അടിക്കുക, അപ്പോൾ നമുക്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 146ാമത്തെ ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 400 മില്യണാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അപ്പോൾ അതൊരു കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഇത്രയും ഹൈപ്പ് വന്നൊരു സാധനത്തിൻ്റെ കമ്പാരിറ്റീവ്ലി ലോ ആണ്. കാരണം ഇപ്പോൾ സെല്ലിങ്ങും സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടാണ് മാർക്കറ്റ് ക്യാപ്പ് ഡൗൺ ആയത്. എയർ ഡ്രോപ്പ് വന്നതിൻ്റെ സെല്ലിങ്ങൊക്കെ വന്നുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ ഇച്ചിരി ലോ ആണ്, കാരണം ആൾക്കാർ സെല്ല് ചെയ്ത് ഡൗൺ ആക്കി വെച്ചേക്കാണ്. ഇതിവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡൗൺ ആക്കി വെച്ചേക്കാണ്. വോളിയം അത്യാവശ്യം ഉണ്ടെങ്കിലും, വോളിയത്തിൽ നമ്മൾ 33 റാങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ മാർക്കറ്റ് ക്യാപ്പിൽ 146ാമത്തെ റാങ്കിലാണ് നടക്കുന്നത്. 400 മില്യണാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ലോ ആണ്. നമ്മുടെ ഷിപ്പിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 10 ബില്യൺ ഉണ്ട്. അപ്പോൾ 10 ബില്യൺ എന്നുള്ള ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഹാംസ്റ്റർ വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് സപ്ലൈ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്ലൈ ബേണും സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രൈസ് നല്ല രീതിക്ക് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റോഡ് മാപ്പിലോട്ട് പോവാം. ലുക്ക് അറ്റ് ദ റോഡ് മാപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കോയിൻ ടെലിഗ്രാഫിൻ്റെ പേജിലിട്ട് പോകും. അതിലാണ് അവരുടെ റോഡ് മാപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ താഴത്തേട്ട് നീങ്ങുമ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിതിങ്ങനെ അരിച്ചു പറക്കി വായിക്കേണ്ട ആവശ്യമില്ല. ഇവർ കോട്ട് പോലെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 300 മില്യൺ യൂസേഴ്സായിരുന്നു സീസൺ 1 പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ താഴത്തേട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ
ഇവിടെ മെയിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കൂട്ട് നമുക്ക് കിട്ടിയ എയർ ഡ്രോപ്പിൻ്റെ 11.25% ഓഫ് ദ ടോക്കൺ സീസൺ 1 കിട്ടിയ എയർ ഡ്രോപ്പിൻ്റെ 11.25% വെസ്റ്റഡ് ആണ്, അതായത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എത്ര നാളത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാസത്തേക്ക് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ 10 മാസം കഴിയുമ്പോഴാണ് അത് അൺലോക്ക് ആവുള്ളൂ. ആഫ്റ്റർ ദ ലിസ്റ്റിംഗ്, അതായത് 26-ാം തീയതിക്ക് ശേഷം ഉള്ള 10 മാസത്തേക്ക് അത് ലോക്ക്ഡ് ആണ്. പിന്നെ ഗിവൺ ദ പ്രൊജക്ട്സ് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ദ വാല്യൂ ഓഫ് ദീസ് ടോക്കൺസ് ക്യാൻ ബി കമ്പയറബിൾ ടു ദ ഇനീഷ്യൽ അൺലോക്ക്. അപ്പോൾ ഇനീഷ്യൽ അൺലോക്കിലെ പ്രൈസ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ 10 മാസം കഴിഞ്ഞ് കിട്ടുന്ന നമ്മുടെ ടോക്കൺ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് നല്ലതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത്. കാരണം എന്നാന്നുള്ളത് അടുത്ത സ്റ്റാൻസയിൽ അവർ പറയണ്ടാവും. അപ്പോൾ 11.25% എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ. നമ്മുടെ ഒരു നമുക്ക് കിട്ടിയ എയർ ഡ്രോപ്പിൻ്റെ 11.25%. ഇപ്പം ഞാൻ നേരത്തെ കണ്ടുപിട്ട് എൻ്റെ 200 എത്ര കണ്ട് 127 ഒരു അക്കൗണ്ടിൽ 200 വേറൊരു അക്കൗണ്ടിലും ലോക്കഡാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയാണ് എയർ ഡ്രോപ്പ് നമ്മൾ സെല്ല് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് 10 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ സീസൺ 2 വന്നു കഴിയുമ്പോൾ എന്താണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇപ്പം മാർക്കറ്റ് ക്യാപ്പും കുറവാണ്, 400 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സെല്ല് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ നിങ്ങൾ സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യാം. അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറയാം. ഇവിടെ ഹാംസ്റ്റർ കോമ്പാറ്റ് പ്ലാൻസ് ടോക്കൺ ബൈബാക്ക് ആൻഡ് ബേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം ദ കമ്പനി വിൽ ലോഞ്ച് എ ഡെഡിക്കേറ്റഡ് അഡ്വർടൈസിംഗ് നെറ്റ്വർക്ക് ദാറ്റ് വിൽ ബി യൂസ്ഡ് ബൈ ഗെയിംസ് ഇൻ ദ ഹാംസ്റ്റർ കോമ്പാറ്റ് എക്കോസിസ്റ്റം. ദ റോഡ് മാപ്പ് നോട്ടഡ് ദാറ്റ് ദിസ് വിൽ ബി റിലീസ്ഡ് ഇൻ ഡിസംബർ 2024. ഡിസംബർ 2024 അവർ തന്നെ ഒരു അഡ്വർടൈസിങ് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അത് ഹാംസ്റ്ററിൻ്റെ ഗെയിമിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ദ ടീം ഓൾസോ ഹൈലൈറ്റഡ് ദാറ്റ് റവന്യൂ ഫ്രം ദ ആഡ് നെറ്റ്വർക്ക് വിൽ ബി യൂസ്ഡ് ടു ബൈ ബാക്ക് ടോക്കൺസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ആസ് റിവാർഡ്സ്. എന്നിട്ട് അവർ എഴുതി വെച്ചാണ് വി ആർ ഓൾസോ പ്ലാനിങ് ടു യൂസ് ആഡ് റവന്യൂ ടു ബൈ ബാക്ക് ടോക്കൺസ് ഫ്രം ദ മാർക്കറ്റ് ഫോർ റെഗുലർ ഡിസ്ട്രിബ്യൂഷൻ ടു പ്ലേയേഴ്സ് ആൻഡ് ടോക്കൺ ബേൺസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സീസണിൽ നമുക്ക് 70% ടോട്ടൽ സപ്ലൈയുടെ 70% സീസൺ 1 എയർ ഡ്രോപ്പ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വന്നേക്കാം, സീസൺ 2 നമുക്ക് എങ്ങനെ എയർ ഡ്രോപ്പ് കിട്ടും? കാരണം കുറച്ച് എമൗണ്ടാണ് കിട്ടുവാണെങ്കിൽ തന്നെ കിട്ടുള്ളൂ. കാരണം ഓൾറെഡി നമ്മുടെ എയർ ഡ്രോപ്പ് കുറേ അവരുടെ തന്നെ ടോക്കണിൽ നിന്നുള്ള ഒരു സപ്ലൈ എന്നുള്ള ഒരു ഭൂരിഭാഗം പെർസെൻറ്റേജ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെ നിന്ന് എയർ ഡ്രോപ്പ് കിട്ടും എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ തന്നെ ഇവരുടെ ആഡ് റവന്യൂ വെച്ചിട്ട് ബൈബാക്ക് ടോക്കൺസ് ബൈ ചെയ്യും. അവരുടെ തന്നെ ടോക്കൺസ് ബൈ ചെയ്യും, മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യും. അപ്പോൾ ടോക്കൺസിൻ്റെ പ്രൈസ് ഡൗൺ ആയി കഴിയുമ്പോൾ ഇവർ തന്നെ ഇവരുടെ ആഡ് നെറ്റ്വർക്കിൻ്റെ റവന്യൂ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ആഡ് നെറ്റ്വർക്കിൻ്റെ റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ആഡിൽ നിന്നുള്ള റവന്യൂ വേണമെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം അതിൽ നിന്ന് നല്ല റവന്യൂ കിട്ടുന്നുണ്ടാവും. കാരണം ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ടല്ലോ അവർക്ക്. അപ്പോൾ ആ റവന്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ തന്നെ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ ഹാംസ്റ്റർ ടോക്കൺസ് ബൈ ചെയ്തിട്ട് റെഗുലറായിട്ട് പ്ലേയേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ സീസൺ 2 പ്ലേയേഴ്സിന് അവർ ആ ഒരു ടോക്കൺസ് ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സീസൺ 2 പ്ലേയേഴ്സിനും അത്യാവശ്യം എമൗണ്ട് ഓഫ് ടോക്കൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ചെറിയൊരു പെർസെൻറ്റേജ് വെച്ചിട്ട് അവർ ടോക്കൺ ബേൺസിന് യൂസ് ചെയ്യും. അതായത് ടോക്കൺ ബേൺ എന്ന് വെച്ചാൽ ടോട്ടൽ സപ്ലൈയിൽ നിന്ന് ടോക്കൺസിനെ ബേൺ ചെയ്ത് കളയാണ്. അപ്പോൾ ഇപ്പോൾ 100 ബില്യണാണ് ടോട്ടൽ സപ്ലൈ ഉള്ളത്. അതിൽ നിന്ന് ബേൺ ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സപ്ലൈ കുറയും. സപ്ലൈ കുറഞ്ഞ് കഴിയുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ കുറവാണെങ്കിൽ പോലും അതിൻ്റെ പ്രൈസ് നോർമലായിട്ട് ഇൻക്രീസ് ആവും. ഇപ്പോഴത്തെ 400 മില്യണുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ $0.006 ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ ബേൺ ചെയ്ത് കഴിയുമ്പോൾ 400 മില്യണാണ് നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ പോലും നമ്മുടെ പ്രൈസ് നല്ല രീതിക്ക് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടോക്കൺ ബേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കണിൻ്റെ സപ്ലൈ കുറയാണ്. ടോക്കണിൻ്റെ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടോക്കൺ ബേൺ എന്തോരം ചെയ്യുന്നവർ പറഞ്ഞാൽ അവർ വീണ്ടും അത് നേരെ പകുതിയൊക്കെ ആക്കുവാണെങ്കിൽ ബേൺ ചെയ്ത് 50 ബില്യണൊക്കെ ആക്കുവാണെങ്കിൽ നല്ല രീതിക്ക് പ്രൈസ് ഇൻക്രീസ് ആവും. അപ്പോൾ അതാണ് ഞാൻ ഒരു ഫോക്കസായിട്ട് വെച്ചേക്കണത്. അപ്പോൾ അവരുടെ ടോക്കൺ ബേൺ എന്നുള്ള മെയിൻ പോയിൻ്റാണ്. പിന്നെ ബൈബാക്ക് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ടു പ്ലേയേഴ്സ്. അപ്പോൾ സീസൺ 2 പ്ലേയേഴ്സിന് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യും. പിന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്തായാലും സീസൺ 2 നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇൻ്റർലൂഡ് സീസൺ 2-3 ദിവസത്തേക്കാണ് ഉണ്ടാവുള്ളൂ. അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. കാരണം ഫസ്റ്റ് സീസണിൽ 300 മില്യൺ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 300 മില്യൺ പ്ലേയേഴ്സിൽ
കുറേ പേര് വിഡ്രോ ആയിട്ട് സെല്ലാക്കിയിട്ട് അവർ കളി നിർത്തി പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സീസൺ 2 എന്ന് വെച്ചാൽ പ്ലേയേഴ്സ് കുറവായിരിക്കും. പ്ലേയേഴ്സ് കുറവാകുമ്പോൾ നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ ഷെയർ കൂടുതലായിരിക്കും. അപ്പോൾ പ്ലേയേഴ്സ് നമുക്ക് കുറവാണല്ലോ ഓൾറെഡി, പിന്നെ എയർ ഡ്രോപ്പിൻ്റെ ഷെയർ എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ എയർ ഡ്രോപ്പിൻ്റെ ഷെയർ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ് സീസൺ 2 എന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ താഴ്ത്തിട്ട് ചെയ്യുമ്പോൾ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇവർ എഴുതി വെച്ചത് ഫർദർ മോർ നോക്കുവാണെങ്കിൽ ദ Web3 ഗെയിം ഓൾസോ റിവീൽഡ് ദാറ്റ് ഇൻ 2025 ഇറ്റ് പ്ലാൻസ് ടു ക്രിയേറ്റ് എ നോൺ ഫഞ്ചബിൾ ടോക്കൺ മാർക്കറ്റ് പ്ലേസ്, കണ്ടക്ട് എ കോമ്പറ്റീറ്റീവ് ക്ലാൻ ചാമ്പ്യൻഷിപ്പ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ഇറ്റ്സ് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2025 ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ഒരു Web3 ഗെയിം ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് അവർ ഒരു നോൺ ഫഞ്ചബിൾ ടോക്കൺ, അതായത് NFT മാർക്കറ്റ് പ്ലേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു കോമ്പറ്റീറ്റീവ് ക്ലാൻ ചാമ്പ്യൻഷിപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റോഡ് മാപ്പ് നോക്കാനായിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സൈറ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റോഡ് മാപ്പ് കാണാൻ പറ്റും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് ചെയ്യാം. റോഡ് മാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ 2024 ദ ഇൻ്റർലൂഡ് സീസൺ ലോഞ്ച് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇംപ്ലിമെൻറ്റിംഗ് ടെക് ഫോർ ദ ലാർജസ്റ്റ് എയർ ഡ്രോപ്പ് അതൊക്കെ കഴിഞ്ഞു. പിന്നെ TG ആൻഡ് എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ അതും കഴിഞ്ഞു. പിന്നെ ഹാംസ്റ്റർ ലിസ്റ്റിംഗ് അതും കഴിഞ്ഞു. അപ്പോൾ അതിൽ ഇൻ്റർലൂഡ് സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒക്ടോബർ 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സീസൺ 2 ലോഞ്ച് ആവും. പിന്നെ എക്സ്പാൻഷൻ ഓഫ് ദ ഗെയിം ലൈബ്രറി എക്സ്പാൻഡ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ്റ്റേണൽ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഇൻ ടു ദ ഗെയിം. പിന്നെ നവംബറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലീസ് ഓഫ് PWA ഫോർ പേയ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ, പ്രോഗ്രസീവ് വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യും പേയ്മെൻറ്റ് സർവീസ് ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ റിലീസ് ഓഫ് ദ ഫസ്റ്റ് ഗെയിംസ് ഫ്രം എക്സ്റ്റേണൽ ഡെവലപ്പേഴ്സ് വിത്തിൻ ഹാംസ്റ്റർ കോമ്പാറ്റ്. എക്സ്റ്റേണൽ ഡെവലപ്പേഴ്സിനെ വച്ചിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഗെയിംസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് NFT മെക്കാനിക്സ് ഇൻ ടു ഹാംസ്റ്റർ കോമ്പാറ്റ് സീസൺ 2 NFTs ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ആഡ് നെറ്റ്വർക്ക് ഇൻ ടു ദ സ്റ്റോർ പ്രൊഡക്ട്സ് എന്ന് എഴുതിയുണ്ട്. അപ്പോൾ സ്റ്റോർ പ്രൊഡക്ട്സിൽ ആഡ് നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആഡ് റവന്യൂ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ആഡ് റവന്യൂ വെച്ചിട്ട് ടോക്കൺ ബൈ ബാക്ക് ആൻഡ് ബേൺ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യും. പിന്നെ നോക്കുവാണെങ്കിൽ ലോഞ്ച് ഓഫ് ക്ലാൻസ് ഡീപ്ലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ സെക്കൻഡ് സീസൺസ് മെക്കാനിക്. അപ്പോൾ ക്ലാൻസ് ലോഞ്ച് ചെയ്യും. ക്ലാൻസ് വെച്ചിട്ട് കോമ്പറ്റീഷൻസും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സെക്കൻഡ് സീസണിൻ്റെ മെക്കാനിക്സ് ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. പിന്നെ ജനുവരിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഞ്ച് ഓഫ് 2 മേജർ ഗെയിം ടൈറ്റിൽസ് വിത്ത് ഫുൾ ടോക്കൺ ഇൻറ്റഗ്രേഷൻ ഇൻ ടു ദ ഗെയിം എക്കണമി. അപ്പോൾ ഗെയിം എക്കണമി ിലേക്ക് ഫുൾ ടോക്കൺ ഇൻറ്റഗ്രേഷൻ കൊണ്ടുവന്നിട്ടുള്ള 2 ഗെയിം ടൈറ്റിൽസ് അവർ ജനുവരി 2025 ലോഞ്ച് ചെയ്യും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് റിയൽ മണി ട്രേഡിംഗ് ഇൻ ഗെയിംസ്. റിയൽ മണി ട്രേഡിങ് അവരുടെ ഗെയിംസിൽ സ്റ്റാർട്ട് ചെയ്യും ജനുവരി 2025. പിന്നെ ഫെബ്രുവരിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് ക്ലാൻ ചാമ്പ്യൻഷിപ്പ് വിത്തിൻ ഹാംസ്റ്റർ കോമ്പാറ്റ് 2.0 ഹാംസ്റ്റർ കോമ്പാറ്റ് 2.0 ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് ക്ലാൻ ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് പാർട്ട്ണർ ഗെയിംസ് വിത്ത് മോർ കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് അതാണ് അടുത്തത്. പിന്നെ സ്പ്രിങ് 2025 ദ സെക്കൻഡ് ഫേസ് ഓഫ് ദ എയർ ഡ്രോപ്പാണ്. സ്പ്രിങ് 2025 സെക്കൻഡ് ഫേസ് ഓഫ് എയർ ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഏപ്രിൽ സമയത്തൊക്കെ ആയിരിക്കും. പിന്നെ UGC യൂസർ ജനറേറ്റഡ് കണ്ടൻറ് ക്രിയേഷൻ ടൂൾസ് ഡെവലപ്പ് ചെയ്യും അവർ. പിന്നെ ലോഞ്ച് ഓഫ് ആൻ ഇൻറ്റേർണൽ NFT മാർക്കറ്റ് പ്ലേസ് ഫോർ ഇൻ ഗെയിം ഐറ്റംസ് അതാണ് സ്പ്രിങ് 2025. പിന്നെ സമ്മർ 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് സമ്മർ 2025 എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ മൂവിങ് ബിയോണ്ട് PWA ഇൻറ്റഗ്രേഷൻ വിത്ത് ഡെസ്ക്ടോപ്പ് ഗെയിംസ് അതും ഡെവലപ്പ് ചെയ്യും. PWAക്ക് ബിയോണ്ടായിട്ട് പോയിട്ട് ഡെസ്ക്ടോപ്പ് ഗെയിംസായിട്ട് ഇൻറ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും.
ഇത്രയാണ് ഇവരുടെ റോഡ് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു അടിപൊളി റോഡ് മാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതൊക്കെ സൈറ്റുകളിലാണ് ഹാംസ്റ്റർ ലിസ്റ്റഡ് ആയിട്ടുള്ളതെന്നും കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് പേപ്പറും കാണാൻ പറ്റും. വൈറ്റ് പേപ്പർ ഇപ്പോൾ നമ്മൾ കൂടുതൽ വായിച്ചു നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ വായിച്ച ആ ഒരു റോഡ് മാപ്പാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒറ്റ റോഡ് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടെന്നുള്ളത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത് തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർലൂഡ് സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സീസൺ 2 വരും. അത് കഴിഞ്ഞ് അവർ പറയുന്ന കൂട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് അവർക്ക് ഫണ്ടിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അവർക്ക് യൂട്യൂബ് ആഡ് റവന്യൂവിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ഫണ്ട്സ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ ഇൻവെസ്റ്റേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഭാവിയിൽ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് മാപ്പ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ റോഡ് മാപ്പ് വെച്ച് നോക്കി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇവരുടെ ഹാംസ്റ്റർ ടോക്കൺ. അപ്പോൾ ഹോൾഡ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമറ്റിൻ്റെ പ്രൈസ് ഇപ്പോൾ ലോ ആണ്. 400 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നിൽക്കുന്നത്. ഇനി ലോ ആവുമോ എന്നറിയില്ല. അപ്പോൾ അത്യാവശ്യം ലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണതിനും കുഴപ്പമില്ല. കാരണം സീസൺ 2 വന്നു കഴിയുമ്പോൾ മിക്കവാറും നല്ല രീതിക്ക് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ടോക്കൺ ബേണിങ്ങും സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രീതിക്ക് പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ബെറ്റർ സമയമാണ് മിക്കവാറും ഇത് ബൈ ചെയ്യണതിൻ്റെ, ടോക്കൺ ബൈ ചെയ്ത് വെക്കണതിൻ്റെ. നേരത്തെ ബൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.